നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, HSST ഫിസിക്സിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ എത്തിക്കഴിഞ്ഞു. അപ്പം നിരന്തരം നമുക്ക് മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫോണിൽ നിരന്തരം വരുന്നൊരു ഇതായിരുന്നു, എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച അവസരമാണ്. ഏകദേശം 45,000 രൂപ മുതൽ 90,000 രൂപ വരെ സാലറി കിട്ടുന്ന ഏറ്റവും മികച്ച ജോലിയാണ് HSST ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാസ്റ്റർ കീ അക്കാഡമിയുടെ HSST ഫിസിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ബാച്ച് ജനുവരി 5 മുതൽ ആരംഭിക്കാം. അതിന് മുന്നോടിയായിട്ട് ജനുവരി 4-ാം തീയതി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഫ്രീ വെബിനാറിൽ നിങ്ങൾ പങ്കെടുത്താൽ നമ്മുടെ HSST കോഴ്സിനെ പറ്റിയും HSSTയുടെ നിലവിലെ അവസ്ഥയെ പറ്റിയും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, എല്ലാ മൊഡ്യൂൾസിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, പ്രിന്റബിൾ PDF നോട്ട്സ് ഉണ്ട്, ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുള്ള മാക്സിമം മോക്ക് എക്സാം ഉണ്ട്, വീക്കിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള വീക്കിലി എക്സാം ഉണ്ട്, മാക്സിമം മോഡൽ എക്സാം ഉണ്ട്. അതുകൂടാതെ 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള മെന്റർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ കോഴ്സ്, പുതിയ ബാച്ച് തുടങ്ങുന്ന തീയതി നിങ്ങൾ മറക്കണ്ട, ജനുവരി 5. വെബിനാറിന്റെ തീയതി മറക്കണ്ട, ജനുവരി 4. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ HSST ഫിസിക്സിന്റെ കട്ട് ഓഫിനെ പറ്റിയും എത്ര പേർക്ക് നിലവിൽ നിയമനം കിട്ടിയതിനെ പറ്റിയും നമുക്കറിയാം. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. നോക്കട്ടെ, കഴിഞ്ഞ തവണ HSST ഫിസിക്സ് എക്സാം നടത്തിയപ്പോൾ, ജൂനിയർ എക്സാം നടത്തിയപ്പോൾ 35.67 മാർക്കായിരുന്നു കട്ട് ഓഫ്. 35.67 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നത്. അതാണ് നോക്കുക, അതാണ്ട് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 5/8/2025 ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത്. ടോട്ടൽ അഡ്വൈസ്, ടോട്ടൽ എത്ര പേർക്ക് ജോലി കിട്ടി? 22 പേർക്ക് ജോലി കിട്ടി. ഓക്കെ, ടോട്ടൽ 22 പേർക്ക് ഇതുവരെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പം ടോട്ടൽ 22 പേർക്ക് കട്ട് ഓഫ് 35.67 ആയിരുന്നു. അപ്പം നമ്മുടെ ലാസ്റ്റ് അഡ്വൈസ് 5/8/2025 ആയിരുന്നു. അപ്പൊ കൃത്യമായി പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് HSST ഫിസിക്സ് എന്ന് പറയുന്നത്. ഏകദേശം 45,000 രൂപ മുതൽ 93,000 രൂപ വരെ സാലറി കിട്ടുന്ന ഏറ്റവും കിടിലൻ പോസ്റ്റാണ് HSST ഫിസിക്സ് എന്ന് പറയുന്നത്. എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കണം. നമുക്ക് അടുത്ത HSST ഫിസിക്സിന്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. സിലബസിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പൊ സിലബസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് സിലബസിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഏകദേശം 100 മാർക്കിനാണ് എക്സാം. 100 മാർക്കിനാണ് എക്സാം. കഴിഞ്ഞ തവണ ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പൊ ഈ തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഓൺലൈൻ എക്സാം ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഏകദേശം 10 മൊഡ്യൂളാണ് ഉള്ളത്. 10 മൊഡ്യൂൾ നമുക്ക് നോക്കാം. ഓരോ മൊഡ്യൂളുമായിട്ട് നമുക്ക് നോക്കാം. പാർട്ട് 1 ഫിസിക്സ് ആണ്. അതിനകത്ത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ആദ്യത്തെ ടോപ്പിക്. ക്ലാസിക്കൽ മെക്കാനിക്സ് പൊതുവെ ഇച്ചിരി ടൈറ്റ് ആണ്, പഠിക്കാൻ നല്ല പാടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഫുൾ ഇക്വേഷൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെതാണ് കൺസ്ട്രെയിൻസ്, അതുപോലെ ജനറൈസർ, കോർഡിനേറ്റ്സ്, ഇതുപോലത്തുള്ള എല്ലാ ടോപ്പിക്കും ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് വരുന്നുണ്ട്. അതാണ്ട് നോക്കുക. രണ്ടാമത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി, അതായത് ഫൊറിയർ സീരീസ് ഒക്കെ വരുന്ന ഒരു മൊഡ്യൂളാണ്. ഇതും ഫുൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതും പഠിക്കാൻ അത്യാവശ്യം നല്ല ടൈറ്റ് ആണ്. കൃത്യമായ കോച്ചിങ്ങും കൃത്യമായ എക്സാംസും കൃത്യമായ മോഡൽ എക്സാമും എഴുതിയാൽ മാത്രമേ ഇതുപോലത്തുള്ള ടോപ്പിക്ക് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത മൊഡ്യൂളിലോട്ട് പോവാം. അതാണ് നോക്കുക, ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ. ഇത് ആക്ച്വലി 2 മൊഡ്യൂളാണ്. ഇലക്ട്രോണിക്സ് ഒരു മൊഡ്യൂളാണ്, മൈക്രോ പ്രോസസർ വേറെ മൊഡ്യൂളാണ്. അപ്പൊ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക, ട്രാൻസിസ്റ്റർ, ഇൻവെർട്ടർ, അപ്പൊ ഇതുപോലത്തെ ടോപ്പിക്കാണ് ഇലക്ട്രോണിക്സിനകത്ത് വരുന്നത്. മൈക്രോ പ്രോസസർ നമുക്ക് നോക്കാം. മൈക്രോ പ്രോസസർ ആകുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ, മൈക്രോ പ്രോസസർ, CPU, അഡീഷന്, അതുപോലെ 8-bit 12-bit നമ്പേഴ്സിന്റെ അഡീഷൻ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ 8086ന്റെ ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്. അപ്പൊ മൈക്രോ പ്രോസസറുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളാണ് അടുത്ത മൊഡ്യൂൾ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത മൊഡ്യൂളിലോട്ട് പോവാം. ക്വാണ്ടം മെക്കാനിക്സ് ഫുൾ ഇക്വേഷൻസ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇത് അത്യാവശ്യം ടൈറ്റ് മൊഡ്യൂളാണ്. ക്വാണ്ടം മെക്കാനിക്സ്, അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ തിയറി, ഇതെല്ലാം നല്ല ടൈറ്റ് മൊഡ്യൂളാണ്. കൃത്യമായ കോച്ചിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇത്തരം മൊഡ്യൂൾ കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അടുത്ത മൊഡ്യൂളിലോട്ട് പോവാം. അടുത്ത മൊഡ്യൂള് സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് ആണ്. 5ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് ആണ്. അതിനകത്ത് കുറേ ടോപ്പിക്കുകളുണ്ട്. കൃത്യമായി പഠിച്ചു പോകണം. ഈ ടോപ്പിക്കൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകണം.
അതുപോലെ തന്നെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് പൊതുവെ ഇച്ചിരി എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയർ സൈസ്, ഷേപ്പ്, മാസ്, ബൈൻഡിങ് എനർജി ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അത് കൂടാതെ അടുത്ത മുകളിലോട്ട് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ അതുപോലെ മില്ലർ ഇൻഡെക്സ്, റെസിപ്രോക്കൽ ലാറ്റിസ്, അതുപോലെ നീൽ മോഡൽ എല്ലാം ഒരുവിധ കാര്യങ്ങളെല്ലാം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നോക്കാം അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. ഇത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ്. അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. നോക്കാം ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. നോക്കാം ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. ലേസറിനെ പറ്റി ഫൈബർ ഒപ്റ്റിക്സിനെ പറ്റി ഡീൽ ചെയ്യുന്ന മൊഡ്യൂളാണ് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. നോക്കുക, അത്രേ ഉള്ളൂ. ടോട്ടൽ 10 മൊഡ്യൂളാണ്. നമ്മൾ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസർ 2 മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ ടോട്ടൽ 10 മൊഡ്യൂളാണ്. ഒരു മൊഡ്യൂളിൽ നിന്ന് 7 മാർക്ക്. ഇപ്പൊ 10x7 എന്ന് പറയുമ്പോൾ 70 മാർക്കാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്നത്. ഓക്കെ ആണ്. അടുത്ത് നമ്മൾ നോക്കുക പാർട്ട് 2 പോവാണ്. പാർട്ട് 2 വരുമ്പോൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, BEdനൊക്കെ പഠിച്ചിട്ടുണ്ട്. നോക്കുക ടീച്ചിങ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, ഇത്തരം കാര്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അതിന്റെ കൃത്യമായ ക്ലാസ് മാസ്റ്റർ കീ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ചെയ്യിക്കുന്നതായിരിക്കും. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഉന്നത റാങ്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണ്. ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത വെച്ചാൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാവോ അത്രത്തോളം നിങ്ങൾ ഈ മൊഡ്യൂളിൽ നിങ്ങൾ അഗ്രഗണ്യരാകും. ഓക്കെ, അടുത്ത മൊഡ്യൂളിലോട്ട് പോവാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ BEdനൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. നോക്കുക അടുത്തത് പാർട്ട് 3 ആണ്. പാർട്ട് 3 നിന്നും 10 മാർക്കാണ് പാർട്ട് 3 എന്നുള്ളത്. ഓക്കെ ആണ്. പാർട്ട് 3 10 മാർക്ക്. അതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ GK വരുന്ന സെഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരും. പിന്നെ ഒരുവിധം കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് വരും. അതും GK സെഷൻ ആണ്. നോക്കുക ഇത്രയാണ് വരുന്നത്. ഇനി അടുത്ത ഒരു GK സെഷൻ ഉണ്ട്. പാർട്ട് 4 10 മാർക്ക്. അത് നമ്മുടെ ജനറൽ നോളജ് GK ആൻഡ് കറണ്ട് അഫയേഴ്സും അതുപോലെ റിനൈൻസൻസ് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാർട്ട് 4 എന്ന് പറഞ്ഞാൽ. അവിടെയും 10 മാർക്കാണ്. നോക്കണേ 10 മാർക്കാണ്. അതിന് ഇഷ്ടംപോലെ റിവോർട്ട് പഠിക്കാനുണ്ട്. അതുപോലെ റിനൈൻസൻസ് ലീഡേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ പത്രങ്ങൾ പഠിക്കാനുണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് GK സെഷനകത്ത് ഉള്ളത്. അപ്പൊ ടോട്ടല് നിങ്ങളുടെ കോർ ടോപ്പിക് ഫിസിക്സിൽ നിന്നും ഏകദേശം 70 മാർക്കും ബാക്കി 30 മാർക്കും കൂടെ ചേർത്ത് ടോട്ടൽ 100 മാർക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ തവണ ഓൺലൈൻ എക്സാം ആയിരുന്നു. ഈ തവണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ എക്സാം ആണ്. അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കണം. ഇന്ന് തൊട്ട് പഠനം ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഒരു 7 മാസം മാക്സിമം കിട്ടും. ആ 7 മാസത്തിനുള്ളിൽ തന്നെ എക്സാം വരുന്നതായിരിക്കും. കഴിഞ്ഞ ഏകദേശം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഓഗസ്റ്റിലായിരുന്നു എക്സാം. ഏകദേശം 7 മാസം കിട്ടും. അപ്പൊ മാസ്റ്റർ കീ അക്കാഡമിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ഫിസിക്സ് റിലേറ്റഡ് കോഴ്സിന്റെ എല്ലാ റാങ്ക് ഫെയിൽ ഇറക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് റാങ്ക് ഫെയിൽ തികച്ചും സൗജന്യമാണ്. അപ്പൊ മാസ്റ്റർ കീ അക്കാഡമി HSST ഫിസിക്സിന്റെ ക്ലാസ്സുകൾ ഏറ്റവും പുതിയ ബാച്ചുകൾ ജനുവരി 5 മുതൽ ആരംഭിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ജനുവരി 4 നമ്മുടെ വെബിനാർ ആണ്. ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുത്താൽ നമ്മുടെ HSST കോഴ്സിനെ പറ്റിയും അതേപോലെ HSST എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏത് ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷയോടെ അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും HSST ഫിസിക്സിന് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.